ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മരണം കേരളത്തിലെ ആരും മറക്കാൻ സാധ്യതയില്ല. കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ദിവസങ്ങൾ തന്നെയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേതൃത്വം ഏറ്റെടുത്ത് അത് വൃത്തിയാക്കിയതുമാണ്. എന്നാൽ ഇന്ന് ആ ആമയിഴഞ്ചാൻ തോടിനെ വീണ്ടും വൃത്തികേടാക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ വന്ന് അവിടെ വേസ്റ്റ് ഇടുന്നത് ഒരു പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നാടിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന 130 മീറ്റർ ടണൽ ശുചീകരിക്കണമെന്ന് റെയിൽവേയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ കൂടി അത് വീണ്ടും വീണ്ടും വൃത്തികേടാക്കാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ദുർഗന്ധം കാരണം അവിടുത്തെ കച്ചവടക്കാർക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അധികാരികൾ അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ തോട് നശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഇപ്പോൾ ആൾക്കാർ ചവറിടാറുണ്ടോ? ഇപ്പം ചവറിടാറുണ്ട്, പക്ഷെ പകലില്ല, രാത്രി ഇടാറുള്ളൂ. പകല് ഇവിടെ ഞങ്ങളൊക്കെ അങ്ങനെ ആൾക്കാർ, വ്യാപാര സ്ഥാപനങ്ങളിലെ ആൾക്കാരും ഞങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആരും കൊണ്ടിടാറില്ല, ഓപ്പൺ ഇടാറില്ല. രാത്രി കാലങ്ങളിൽ കൊണ്ട് ഇടാറുണ്ട്. ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ ഒരു സ്മെല്ല് വരും. അത് തീർച്ചയായിട്ടും സ്മെല്ലുണ്ട്. അതിനൊരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വന്നില്ല, നല്ല വെള്ളമല്ലല്ല, ഇതിൽ പല ഓടകളിലെ വെള്ളവും എല്ലാം മറ്റല്ല വരുന്നത്. പിന്നെ കൊണ്ട് വേസ്റ്റും തട്ടലാറുള്ളതുകൊണ്ട് അഴുകി സ്മെല്ല് വരാറുണ്ട്. തീർച്ചയായിട്ടും മാറ്റം വരണം, അത് ഇനി ഉണ്ടാകണം. പക്ഷെ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ വന്നിട്ട് രാത്രി ആളെല്ലാം ഒതുങ്ങിയ ശേഷം അവർ വണ്ടി കൊണ്ടുവന്നിട്ട് വണ്ടി കൊണ്ട് ചവറിട്ടിട്ട് പോകുന്നവരുണ്ട്. അത് വന്നിട്ട് വലിയ പ്രശ്നമുള്ള തന്നെ, അതെന്തായാലും കുഴപ്പമുള്ള തന്നെ. നാറ്റങ്ങളൊക്കെ വെളിയിലേക്കോട്ടൊക്കെ നാട്ടമൊക്കെ ഉണ്ടാകും.